പാച്ചി ഹെയർ ലോസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആകാമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഹായ്, ഐ എം ഡോക്ടർ സൗമ്യ ആലിസ് മാത്യു ഫ്രം ക്യൂട്ടിസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക് കാക്കനാട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അലോപേഷ്യ ഏരിയാറ്റനെ പറ്റിയാണ്. അലോപേഷ്യ ഏരിയാറ്റയിൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യും. അത് കാരണം നമ്മുടെ ഹെയർ ഒക്കെ ആ ഏരിയയിൽ മാത്രം കൊഴിഞ്ഞു പോകും. ഇത് കാരണം നമുക്ക് റൗണ്ട് വിസിബിൾ പാച്ചസ് ഓഫ് ഹെയർ ലോസ് വരും. സ്കാൽപ്പിൽ, ബിയർഡിൽ, ഈവൻ ബോഡി ഏരിയാസിൽ വരാം. ഇത് ഏത് ഏജിലും ഉള്ള ആളെ എഫക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല. മിക്കപ്പോഴും ചിലപ്പം സ്ട്രെസ്, ജെനറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അലോപേഷ്യ ഏരിയാറ്റ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യമായിട്ട്, ഇത് കണ്ടേജിയസ് അല്ല. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരത്തില്ല. രണ്ടാമത്തെ കാര്യം, കുറേ പേര് വിചാരിക്കാറുണ്ട്, കുറേ പേര് പറയാറുണ്ട്, ഞാൻ പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യാത്തത് കൊണ്ടാണോ ഇത് വന്നേക്കുന്നത്. അതൊരു തെറ്റായ ധാരണ ആണ്. ഇത് ആർക്കും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ പാച്ചി ഹെയർ ലോസ് വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ കാരണമാണ് അലോപേഷ്യ ഏരിയാറ്റ. ഇനി നാലാമതായിട്ടൊരു നല്ല കാര്യം, നമുക്കിതിന് കുറേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മെഡിസിൻസ് ആയിക്കോട്ടെ, ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഈവൻ ക്ലിനിക്കിലുള്ള വേറെ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അത്രയും ബെറ്റർ റെസ്പോൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ട്രീറ്റ്മെൻറ്റ് പീരീഡും ഷോർട്ടർ ആയിരിക്കും. താങ്ക് യു.